Good afternoon, all of you. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോഹാന, അപ്പൊ എല്ലാവരും റെഡിയാണോ എക്സാമിന്? ഓക്കെ. അപ്പോ all of you take your റഫ് ബുക്ക് അല്ലെങ്കിൽ ഒരു മലയാളം നോട്ട്ബുക്ക് ആയാലും മതി. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതിയാൽ മതി. ഓക്കെ, എല്ലാവരും നോട്ട്ബുക്കോ A4 ഷീറ്റോ അല്ലെങ്കിൽ മലയാളം നോട്ട് ബുക്കിന്റെ ഓപ്പോസിറ്റ് സൈഡിലോ എഴുതുക. മിസ് ക്വസ്റ്റ്യൻ പറയാം. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ഒന്നും എഴുതണ്ട. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതുകയാണ്. അർത്ഥം എഴുതുക. എടുത്ത എല്ലാവരും റെഡിയായ? ഇപ്പം കുറച്ചു പേര് വരുന്നുണ്ടല്ലേ. നജ, നജ, ഏഞ്ചൽ റോസ്. ഓക്കെ, മുഹമ്മദ് ഫവാസ്, സ്റ്റാർട്ട് ചെയ്യാം. സാമുവലിനെ വിളിച്ചില്ലേ? സാമുവലെ എന്തേ അൺമ്യൂട്ട് ചെയ്തോ? ടീച്ചർ അർത്ഥം നോട്ട്ബുക്കിലോട്ട് എഴുതണോ? അർത്ഥം അർത്ഥം നോട്ട്ബുക്കിലോട്ട് എഴുതണോ? എഴുതിയില്ലേ നിങ്ങള് ഫസ്റ്റ് പാഠത്തിന്റെ? നമ്മള് ഓൾറെഡി എഴുതി കഴിഞ്ഞാലേ. ഇപ്പം ടെക്സ്റ്റ് ബുക്ക് അല്ല നോട്ട്ബുക്ക് എടുത്ത് നോക്കണ്ട. നമ്മളിപ്പോ ഒരു ചെറിയൊരു എക്സാം ഇടുകയാണ്. അപ്പൊ ആരും നോട്ട്ബുക്ക് നോക്കണ്ട. മിസ് പറയുന്നതിന്റെ ആൻസർ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. അപ്പൊ ഒരു റഫ് ബുക്കോ നമ്മുടെ മലയാളം നോട്ട്ബുക്കിന്റെ ഓപ്പോസിറ്റ് സൈഡോ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റോ എടുക്കുക. ആദ്യം നെയിം എഴുതുക. നെയിം എഴുതിയോ? എല്ലാരും അവരവരുടെ പേര് എഴുതിയേ. സെൻട്രലായിട്ട് സബ്ജക്ട് എഴുതും. മലയാളം എഴുതിയോ എല്ലാവരും? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അർത്ഥം എഴുതുകയാണ്. അതില് ഒന്നാമത്തെ മിസ് പറയാം. അർത്ഥം എഴുതുകയാണ്. അതിൽ ഒന്നാമത്തെ എന്താണെന്ന് പറയാം. മലര്. മലരി എന്ന വേർഡിന്റെ അർത്ഥം എഴുതണം. മലരി എന്ന വാക്കിന്റെ അർത്ഥം എഴുതുക. അർത്ഥം എഴുതുക. എഡ്വിന് കേൾക്കുന്നില്ല? എഡ്വിൻ, ക്യാൻ യു ഹിയർ മീ? എഡ്വിൻ കേൾക്കുന്നുണ്ടോ? എഡ്വിൻ, എഡ്വിന് മിസ്സിനെ കേൾക്കുന്നില്ലേ? പ്ലീസ് അൺമ്യൂട്ട്. ടീച്ചർ, ടീച്ചർ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല? ഇല്ല. മലര്. മലര് എന്ന വാക്കിന്റെ അർത്ഥം എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ആരും നോട്ട്ബുക്ക് ഒന്നും ടീച്ചർ ക്ലിയർ ഇല്ല. എങ്ങനെയുണ്ട്? ഇല്ല, കേൾക്കുന്നില്ല. ഇപ്പൊ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നില്ലേ? ഇല്ല, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേക്കട്ടെ. ക്ലിയർ ഇല്ല.
ഓക്കെ, ബാക്കി എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ടോഷനിൽ ഓക്കെയാണ്, എല്ലാവർക്കും, എല്ലാ കുട്ടികൾക്കും ഓക്കെയാണ് മോനെ. അപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോ? നോ. എന്ത് ചെയ്യും? ബാക്കി എല്ലാവർക്കും ഓക്കെയാണ്. അപ്പൊ മലര്, ആര് നോട്ട്ബുക്ക് നോക്കല്ലേ? മലര്. മലര് എന്ന വാക്കിന്റെ അർത്ഥം എഴുതിയോ? ടീച്ചർ വേറെ പോലെ ടീച്ചർ പറയുമ്പോ. മലര്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മലര് എഴുതിയോ? അർത്ഥം എഴുതുകയില് കൈസേ, കൈസ് എന്താ പറയാനുള്ളത്? ലേറ്റ് ആവരുത് കേട്ടോ ക്ലാസ്സിൽ കയറാൻ, കറക്റ്റ് ടൈമിൽ കയറിയണം. ടീച്ചർ ഇവിടെ ഭയങ്കര മഴയാ. മിസ്സേ, യെസ്, പറഞ്ഞോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതണ്ട, മലര് എഴുതിക്കോ. മലര് എഴുതിയിട്ട് അതിന് നേരെ അതിന്റെ അർത്ഥം എഴുതുക. മലര്. ഓക്കെ. അപ്പൊ ടീച്ചർ ഇവിടെ ഭയങ്കര മഴയാ. കുഴപ്പമില്ല മോനെ. അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നില്ല ടീച്ചർ. അങ്ങനെ വേണ്ട, മലര് പൂവ് അങ്ങനെ മലര് എഴുതിയോ? നെക്സ്റ്റ് വൺ തുളുമ്പുക. നെക്സ്റ്റ് തുളുമ്പുക, അർത്ഥം എഴുതാനാണ്. തുളുമ്പുക. കേൾക്കുന്നില്ലേ? നജ എഴുതിയോ മോളെ? നജ എഴുതുന്നുണ്ടോ? പ്ലീസ് അൺമ്യൂട്ട് നജ. നജ എഴുതുന്നില്ലേ നജ? അൺമ്യൂട്ട് ചെയ്തേ മോളെ. പറ്റുന്നില്ല? ആ, പറഞ്ഞോ, എന്താ പ്രശ്നം? അത് വീണ്ടും മ്യൂട്ട് ചെയ്യാണ്. അൺമ്യൂട്ട് ആയിരുന്നു ഇപ്പോ. ഇപ്പൊ ഒന്നാമത്തെ മലര്, രണ്ടാമത്തെ തുളുമ്പുക എഴുതിയോ? ഒന്ന് മലര്, രണ്ട് തുളുമ്പുക. ടീച്ചർ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എഡ്വിൻ ആണോ? എഡ്വിൻ ഒന്ന് ലീവ് ചെയ്ത് കയറി നോക്കിയേ. മോനൊന്ന് ലീവ് ചെയ്ത് കയറി നോക്ക്. എനിക്കിവിടെ ഓക്കെയാണ്. ലീവ് ചെയ്യണോ? ആ, ലീവ് ചെയ്ത് ഒന്നുകൂടി കേറ്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ മലര്, രണ്ടാമത്തെ തുളുമ്പുക. 3 പറയട്ടെ? കഴിഞ്ഞോ? ഒന്ന് കൈ കാണിച്ച് കഴിഞ്ഞവര്. ഓക്കെ, കുറെ പേര് എഴുതി. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ അർത്ഥം എഴുതാൻ ഒത്ത. ഒത്ത ഒത്താന്ന് എഴുതുക, അതിന് നേരെ അതിന്റെ അർത്ഥം എഴുതുക. എന്തേ ജെവിൻ? വേഗം എഴുതിയേ. എയ്മി എഴുതിയോ മോളെ? എയ്മി. ഓക്കെ. എഴുതിയോ? ആദ്യം നമ്മൾ പറഞ്ഞത് മലര്, രണ്ടാമത്തത്
തുളുമ്പുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒത്ത. എഴുതിയോ? ഇനി നാലാമത്തെ പറയട്ടെ. മനതാര്. മനതാര്. മനതാര് എന്താ അർത്ഥം? മനതാര്. എഴുതിയോ? മനതാര്. മനതാര് എഴുതിയോ? ഓക്കെ, ഫിനിഷ്. ഓക്കെ, അപ്പൊ നമ്മള് 4 എണ്ണം പറഞ്ഞു അല്ലേ അർത്ഥം എഴുതാൻ? 4 എണ്ണം പറഞ്ഞില്ലേ? എല്ലാവരും എഴുതിയോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് കിനിയുക. കിനിയുക. കിനിയുക എഴുതിയോ? അപ്പോ 5-മത്തത് അല്ലേ? എഴുതിയോ? കിനിയുക. നെക്സ്റ്റ് 6 മണിനാദം. മണിനാദം. എന്തേ സിദ്ധാന്തേ എഴുതിയോ മോനെ? എഴുതിക്കോ. എഴുതിയല്ലേ? ഓക്കെ, എത്രണ്ണം പറഞ്ഞു ആദ്യം? അതിന്റെ ഇടയില് അപ്പൊ ആദ്യം പറഞ്ഞത് മിസ് മല്. രണ്ടാമത് പറഞ്ഞത് എന്താ? തുളുമ്പുക. മൂന്നാമത് ഒത്ത. നാലാമത് മനതാര്. 5-മത് കിനിയുക. 6 മണിനാദം. അപ്പൊ 6 വാക്കാണ് പറഞ്ഞത്. 6 വാക്കിന്റെയും അർത്ഥം എഴുതുക അല്ലേ? 6 വേർഡ്സ് നമ്മൾ പറഞ്ഞു. അതിന്റെ 6ന്റെ അർത്ഥം എഴുതിയോ? എഡ്വിൻ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എഡ്വിൻ ഇല്ല അല്ലേ? കേൾക്കുന്നില്ല? ലീവ് ചെയ്ത് കയറിയിട്ടും കേൾക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ചേർത്ത് എഴുതുകയാണ്. ചേർത്ത് എഴുതുക. ഫസ്റ്റ് നമ്മൾ അർത്ഥം എഴുതുക എഴുതി. അതിൽ 6 എണ്ണം പറഞ്ഞു. നെക്സ്റ്റ് ചേർത്ത് എഴുതുക. അതില് പൂം പ്ലസ് ചോല എന്താ വരിക ചേർത്ത് എഴുതുമ്പോ? അത് എഴുതണം. പൂം പ്ലസ് ചോല ചേർത്ത് എഴുതുമ്പം എന്ത് വരും? അത് എഴുതണം. എന്തേ സന? നജ എഴുതിയാ? സാമുവൽ എഴുതിയോ മോനെ? ഓക്കെ, എഴുതിയല്ലേ എല്ലാരും? എന്താ ഏഞ്ചൽ റോസ്? പ്ലീസ് അൺമ്യൂട്ട്. ഏതാ പറയണ്ടേ? ഇപ്പം പറഞ്ഞാണോ? ഫസ്റ്റ് മുതലാ? ലാസ്റ്റ് പറഞ്ഞത് പൂം പ്ലസ് ചോല ചേർത്ത് എഴുതണം. പൂം പ്ലസ് ചോല. എന്താ വരുക? അത് എഴുതിക്കോ. പൂം പ്ലസ് ചോല എഴുതി കഴിഞ്ഞോ? നോക്കട്ടെ.
ഒന്ന് കൈ കാണിച്ച് എഴുതി കഴിഞ്ഞവര്. ഓക്കെ. നെക്സ്റ്റ് പൂം പ്ലസ് തേൻ. പൂം പ്ലസ് തേൻ. ആരും നോക്കിയതുണ്ടാ? ഇവിടുന്ന് കാണുന്നുണ്ട് നോക്കിയിരുന്ന ആളെയൊക്കെ. എഴുതിയോ? പൂം പ്ലസ് തേൻ എന്താ വരുക ചേർത്ത് എഴുതുമ്പോ? അത് എഴുതിക്കോ. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം പറഞ്ഞു നമ്മളതില്. കഴിഞ്ഞോ? അപ്പൊ ആദ്യത്തെ അർത്ഥം എഴുതുക എന്നുള്ളതിന് 6 എണ്ണത്തിന് 3 മാർക്കാണ്. അത് 6 എഴുതിയവർക്ക് 3 മാർക്ക് കിട്ടും. പിന്നെയോ നെക്സ്റ്റ് നമ്മൾ ചേർത്ത് എഴുതുകയിൽ 2 എണ്ണം പറഞ്ഞു, അതിന് അര മാർക്ക് 1 മാർക്ക്. ഓക്കെ, അപ്പൊ പൂവും പ്ലസ് ചോല പറഞ്ഞു, പിന്നെ പൂവും പ്ലസ് തേൻ അല്ലേ, അത് രണ്ടും ചേർത്ത് എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുകയാണ്. ഉത്തരം എഴുതുകയില് എഡ്വിൻ ഒന്നും കേൾക്കുന്നില്ലേ മോനെ? എഡ്വിൻ ഒന്നും കേൾക്കുന്നില്ലേ? ടീച്ചർ ഇവിടെ ഭയങ്കര മഴയാ. അതെ അല്ലേ? ഓക്കെ, എന്ത് ചെയ്യും? ഒന്നും കേട്ടില്ലേ ഇതുവരെ മോൻ? ഇല്ല. നെക്സ്റ്റ് ഉത്തരം എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? ടീച്ചർ പറയുന്നത് ക്ലിയർ ഇല്ല. ക്ലിയർ ഇല്ല അല്ലേ? ഇല്ല. എന്ത് ചെയ്യും അപ്പോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതുകയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? അതിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. ഫാത്തിമ ഷഹ്മ എഴുതിയോ? ഷഹ്മ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, എഴുതുന്നില്ലേ? എഴുതിയോ? ആ എഴുത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു ഞാനിവിടെ, മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? ഏതുപോലെയാണ് വിരിയുന്നതെന്ന് എഴുതണം. ഓക്കെ, മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? ഫിനിഷ്. റിലു ആബിദ് എന്തുകൊണ്ട് ഫിനിഷ് ആവാത്ത? കഴിഞ്ഞിട്ടാ? എഴുതിക്കോ. എഴുതിയില്ലേ? മലയാള ഭാഷ മറ്റൊരു വാക്ക് എന്താണ്? മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? എഴുതിക്കോ. എല്ലാരും എഴുതിയേ. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? എഴുതിയോ? ഓക്കെ, ബെനീറ്റക്കെല്ലാം കഴിഞ്ഞു, സെലിനൊക്കെ കഴിഞ്ഞു, ടോഷൻ ഓക്കെ, ജുവൽ ആൻഡ് ജോമൽ കഴിഞ്ഞു, നെക്സ്റ്റ് ഹസ്ന കഴിഞ്ഞു, അലൻ മാത്യു കഴിഞ്ഞോ? ആരാധ്യ പ്രജിത്തിന് കഴിഞ്ഞു, ഷഹ്മാവി എഴുതി കഴിഞ്ഞു, സന എഴുതിയില്ലേ? ഓക്കെ എഴുതി. ജോയൽ എന്തായി? കഴിഞ്ഞോ? കഴിഞ്ഞോ ജോയൽ? ഇല്ല. എന്ത്? വേഗം എഴുത്. കിട്ടുന്നില്ല? പഠിച്ചിട്ടാ? ആൻഡ്രോസ് എഴുതി കഴിഞ്ഞോ?
കൈസ് എന്തായി കൈസ്? കഴിഞ്ഞോ? ഓക്കെ. ആസിദ് സഫ എഴുതി കഴിഞ്ഞോ? ഓക്കെ ഗുഡ്. സിദ്ധാന്ത് എഴുതി കഴിഞ്ഞോ മോനെ? ഓക്കെ ഗുഡ്. മുഹമ്മദ് ഫവാസ്, മുഹമ്മദ് ഷാഹിലിന് കഴിഞ്ഞു. ഓക്കെ. എഡ്വിൻ ഒന്നും കേൾക്കുന്നുമില്ല. ഓക്കെ, ഒരുവിധം എല്ലാ കുട്ടികളും എഴുതിയും തോന്നുന്നു അല്ലേ? ഫാത്തിമ ഷഹ്മ കഴിഞ്ഞു മോളെ? ഇതൊരു കുഞ്ഞുവാവ് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞു നമ്മള്. ഇനി രണ്ടാമത്തത്, മലയാള ഭാഷ നിറയുന്നത് എവിടെ? മലയാള ഭാഷ നിറയുന്നത് എവിടെ? എഴുതിക്കോ. എന്താ ഷാഹിലേ? മിസ്സേ റേഞ്ച് ആയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. ടൈം ടേബിൾ കിട്ടിയിട്ടേ? ക്ലാസ് നെറ്റ് കട്ടായോണ്ട് 3 ക്വസ്റ്റ്യനെ കിട്ടിയിട്ടില്ല. ഇപ്പൊ കട്ടായിട്ടാ? ഫസ്റ്റത്തെ 3 മാത്രമേ കിട്ടിയിട്ടില്ല. അർത്ഥം എഴുതുകാന്നുള്ളതിലാ? ഓക്കെ. അപ്പൊ മിസ് ഒന്നുകൂടി പറയാ. ഒന്ന് മലര് എഴുതിനോ? അപ്പൊ 2 തുളുമ്പുക, 3 ഒത്ത, 4 മനതാര്, 5th വൺ കിനിയുക, 6th മണിനാദം. ഓക്കെ, എഴുതിയോ? 4 മനതാരിൽ 5 കിനിയുക, 4 മനതാര് 5 കിനിയുക, 6 മണിനാദം. എഴുതിയോ? മനതാര് 5 കിനിയുക, 6 ഉത്തരം മാത്രം എഴുതിയാലും മതി. എന്നാല് ടൈം ഇല്ലെങ്കിൽ അതിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതി. നമ്പർ ഇട്ടിട്ട് മണിനാദം അതിന്റെ അർത്ഥം എഴുതുക. കിനിയുക അതിന്റെ അർത്ഥം എഴുതുക. ഓക്കെ, കിനിയുക മണിനാദം. അത് കഴിഞ്ഞിട്ട് ചേർത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂ പ്ലസ് ചോല. പിന്നെ നെക്സ്റ്റ് രണ്ടാമത്തത് പൂം പ്ലസ് തേ. അങ്ങനെ 2 എണ്ണം ചേർത്ത് എഴുതാൻ പറഞ്ഞു. പൂം പ്ലസ് ചോല, പൂം പ്ലസ് തേ, രണ്ടും ചേർത്ത് എഴുതണം. പറയല്ല, വേഗം എഴുത്. നെക്സ്റ്റ് ഉത്തരം എഴുതുകയാണ്. അതിൽ ഒന്നാമത്തത് മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മലയാള ഭാഷ നിറയുന്നത് എവിടെ? എഴുതി കഴിഞ്ഞു എല്ലാവർക്കും? മലയാള ഭാഷ നിറയുന്നത് എവിടെ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ, മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? ഷാഹിലെ മനസ്സിലായോ? ഷാഹിലെ? ഓക്കെ. അപ്പൊ 3 ക്വസ്റ്റ്യൻ പറഞ്ഞു ഉത്തരം എഴുതുകയില്. എഴുതിയോ? ഓക്കെ. 1 മലയാള ഭാഷ വിരിയുന്നത് ഏതുപോലെയാണ്? 2 മലയാള ഭാഷ നിറയുന്നത് എവിടെ? 3 മലനാടിന്റെ അഭിമാന ഭാഷ ഏത്? അപ്പൊ 3 ക്വസ്റ്റ്യന് 6 മാർക്ക്. അങ്ങനെ ടോട്ടല് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, 6 × 4 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അർത്ഥം എഴുതുക 6 എണ്ണത്തിന് 3 മാർക്ക്, ചേർത്ത് എഴുതുകയ്ക്ക് 2 എണ്ണത്തിന് 1 മാർക്ക്, 4 മാർക്ക്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ 3 എണ്ണത്തിന് 6 മാർക്ക്. 2 2 വെച്ച് 6 മാർക്ക്. ഓക്കെ, എല്ലാരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഫിനിഷ് ആയോ? ഇനി ആരും ഇത് ക്ലിയർ ഒന്നും ചെയ്യണ്ട, ഏതിൽ നോക്കിയിട്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാരും എഴുതി കഴിഞ്ഞതിന് ശേഷം വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പർ അറിയുന്നവർ അതിലോ സെൻഡ് ചെയ്യുക എക്സാമിന്റെ. ഓക്കെ.
ക്ലാസ് കഴിഞ്ഞ ഉടനെ സെൻഡ് ചെയ്യണേ. ഓക്കെ ബെനീറ്റ കഴിഞ്ഞോ ബെനീറ്റ? ഓക്കെ അപ്പൊ എല്ലാവരും സെൻഡ് ചെയ്യോ കേട്ടാ. ക്ലാസ് കഴിഞ്ഞ ഉടനെ സെൻഡ് ചെയ്യണേ. അപ്പൊ ഇനി ആർക്കെങ്കിലും ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാനുണ്ടോ? അലൻ പ്ലീസ് അൺമ്യൂട്ട്. ഞാൻ പറയാം. മിസ്സേ, ഓ ഇവന് നോട്ട് കിട്ടിയായിരുന്നു. ഞാനിത് പഠിപ്പിച്ചിട്ട് ഇവനെ പരീക്ഷ എഴുതിച്ചിട്ട് ഇട്ട് തന്നാ മതിയോ? എന്നാലും മതി, പഠിക്കണം. പഠിപ്പിക്കാം. നോട്ട് കിട്ടിയിരുന്നില്ലേ മോന്? അത് റില്ലു അയച്ചു തന്നായിരുന്നു. ഓക്കെ. അല്ലെങ്കിൽ ഇനി ആർക്കെങ്കിലും നോട്ട് കിട്ടാതെ ഉണ്ടെങ്കിൽ മിസ്സിനെ ഒന്ന് വിളിച്ചാൽ മതി, മിസ് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഇങ്ങനെ ആർക്കെങ്കിലും ലീവ് ആയത് കാരണോ അല്ലെങ്കിൽ നെറ്റ് പ്രോബ്ലം കാരണോ ക്ലാസ് കിട്ടാതെ ഉണ്ടെങ്കിൽ ആ കുട്ടികൾ എന്ത് ചെയ്യണം, ഒന്ന് വിളിക്കണേ മിസ്സിനെ. എന്തെങ്കിലും നോട്ട് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി സെൻഡ് ചെയ്ത് തരും. ബെനീറ്റ പ്ലീസ് അൺമ്യൂട്ട് ആൻസേ. ഇത് ഗ്രൂപ്പിലാണ് അയക്കേണ്ടത് അതോ പേഴ്സണലോ? നമ്പറിൽ അയക്കുന്നതായിരുന്നു ബെറ്റർ. കാരണം ഗ്രൂപ്പിനെ ഗ്രൂപ്പിലാകുമ്പോൾ നിങ്ങൾ നോക്കി ഒരാള് ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയൊന്നും വരില്ല, ഗ്രൂപ്പിലാണ്. പിന്നെ നോട്ട് നോക്കിയാ പോരെ. ഏതിലായാലും മതി, കുഴപ്പമില്ല. പേഴ്സണൽ നമ്പർ ആയിക്കോട്ടെ. ഓക്കെ കുഴപ്പമില്ല, ഏതിലയച്ചാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോ ഇനി ആർക്കെങ്കിലും നോട്ട് കിട്ടാതെ ഉണ്ടെങ്കിൽ അവര് മിസ്സിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ സെൻഡ് ചെയ്ത് തരും. ഓക്കെ അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞു. എഡ്വിൻ മോനെ എഴുതാൻ പറ്റിയില്ല അല്ലേ? പ്ലീസ് അൺമ്യൂട്ട് എഡ്വിൻ. എഴുതാൻ പറ്റിയില്ല, ഒന്നും കേട്ടില്ല. കേൾക്കുന്നില്ല ടീച്ചർ പറയുന്നത്. കേൾക്കുന്നില്ല? ഇല്ല. അല്ലേ? ആരാധ്യ കഴിഞ്ഞോ മോളെ? ആരാധ്യ പ്രജിത്ത് കഴിഞ്ഞോ? ഓക്കെ അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞു. നമ്മുടെ ക്ലാസ്സിന്റെ സമയം കഴിഞ്ഞു ഇന്നത്തെ. അപ്പൊ മോനൊരു കാര്യം ചെയ്യും, രണ്ടാമതിരുന്ന ക്ലാസ് ഒന്ന് കേട്ടിട്ട് എഡ്വിൻ വേണം ആ എക്സാം ഒന്ന് എഴുതുക കേട്ടോ. കേട്ടോ എഡ്വിൻ? ഓക്കെ. ഇപ്പോഴും കേൾക്കുന്നില്ല അല്ലേ? ഓക്കെ അപ്പൊ എല്ലാവർക്കും ഫിനിഷ് ആയല്ലോ. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞു. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് കാണാല്ലേ എല്ലാവർക്കും. ഓക്കെ ബൈ. എല്ലാരും ചോറെല്ലാം കഴിച്ചില്ലേ അല്ലേ? വിശന്നിട്ടുണ്ടാവും അല്ലേ കഴിച്ചിട്ട്? കഴിച്ചില്ലേ? ഓക്കെ ഞാനും കഴിക്കണത്രേ. ഓക്കെ ബൈ. എന്ത് ചെയ്യുന്നേ?